ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നൊരു കട്ടിങ് ആൻഡ് റീപോർട്ടിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ചെണ്ടുമല്ലിയിൽ കുറച്ച് ഫെയ്ഡായിട്ടുള്ള ഇലകളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് വൃത്തിയാക്കി അതൊന്ന് നിർത്തിയേക്കാമെന്ന് കരുതി. കുറച്ച് പഴയ പൂക്കളെയൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കളഞ്ഞേക്കാം. അത് മാത്രമല്ല കേട്ടോ, വേറെ ചെടികളിലെയൊക്കെയും പൂക്കളെ ഇങ്ങനെ ഫെയ്ഡായിട്ടുള്ളത് പൂക്കളൊക്കെ ഞാൻ ഒന്ന് വെട്ടി നിർത്തുന്നുണ്ട്. കാണാൻ വഴിയായിരിക്കും. ഇതിൻ്റെ അകത്തൊരു ജമന്തിയെ ഒരു തീ മഞ്ഞ കളറിൽ നിൽക്കുന്നേ, നല്ല മണമാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ കുറച്ച് ഫെയ്ഡായിട്ടുള്ള പൂക്കളുണ്ട്. ഞാൻ ആദ്യമേ കരുതി ഇതൊന്നും മൊത്തമായിട്ടൊന്നും മുറിച്ച്, പക്ഷേ പൂക്കൾ കാണുമ്പോൾ നമുക്ക് മുറിക്കാനും ഇട്ട് തോന്നില്ല. എന്നാലും ഞാൻ അതിൻ്റെ അകത്ത് 1-2-3 എണ്ണമൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഒരു കാറ്റുള്ള ഒരു ദിവസമാണ്. ഭയങ്കര കാറ്റോടെ നിന്നിട്ട് 1-2 ചെടികളൊക്കെ മേളിൽ നിന്നൊക്കെ മറിഞ്ഞ് താഴെ വീണു. അധികം ഭാരമില്ലാത്തതായി, മണ്ണൊന്നും അധികം ചെടിയുടെ ചട്ടിക്ക് അധികം ഭാരമില്ലാത്തതൊക്കെ താഴേക്ക് മറിഞ്ഞു വീണു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയൊന്നും സംഭവിച്ചില്ല കേട്ടോ. എനിവേ, അതിൻ്റെ അപ്പുറത്തായിട്ടുണ്ടല്ലോ ഞാൻ ഒരു അരളി നിൽപ്പുണ്ടേ. അപ്പോൾ അരളിയിൽ എന്താ പറയുക, അത് ഒരു ബ്രാഞ്ച് നേരത്തെ മുറിച്ച് വിട്ടാൽ അത് നിറയെ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന അരളിയാണ്. എൻ്റെ അടുത്ത് 3 തരത്തിൽപ്പെട്ട അരളിച്ചെടികളുണ്ട്. വെള്ള, റെഡ് കളർ, എൻ്റെ ഒരു ബേബി പിങ്ക് കളർ. പക്ഷേ ഇപ്പം ഞാൻ നോക്കുന്നത് വെള്ള കളറിൽ. അത് കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുക. വാങ്ങിച്ചപ്പം മാത്രം ആ ഭാഗത്തായിട്ടും പൂക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അനക്കൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുക. താഴത്തെ ബ്രാഞ്ച് മുറിച്ച് കളഞ്ഞു. അതിലിപ്പം മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മേളിലുള്ളത് ഈ 3 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞേക്കുന്നത്, അതിൽ മുട്ടൊന്നുമില്ല. പൂക്കളുണ്ടാകാനുള്ള ലക്ഷണമൊന്നും കാണിക്കാത്തതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ പകുതിക്ക് വെച്ച് മുറിച്ചേക്കാം. ഇനിയിപ്പം പ്രൂൺ ചെയ്ത് കഴിയുന്നുണ്ടല്ലോ, ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു കറ്റാർ വാഴയുടെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് മുറിച്ച് അതിലിങ്ങനെ ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ടൊരു എന്താ പറയുന്നത്, ഒരു മെഡിസിൻ എന്ന രീതിയിൽ അത് തേച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലരുണ്ടല്ലോ, ചെടികളൊക്കെ നടുന്നുണ്ട്, ഈ റൂട്ടിൻ ഹോർമോൺ എന്ന രീതിയിലുണ്ടല്ലോ, ഈ കറ്റാർ വാഴയുടെ ഈ ചെറിയ പീസ് ഇങ്ങനെ തേച്ചിട്ട് വെക്കാറുണ്ട്. ഇതുവരെ എനിക്ക് കുഴപ്പമില്ല. ഇനി കുറച്ച് ചെടികളൊക്കെ നടുന്നതിലേക്ക് പോകാം. പോട്ടൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ കുറച്ച് ഡിഫറെൻറ്റ് കളറിലുള്ള റെഡ്, യെല്ലോ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കളറിലുള്ള ജമന്തി ഉണ്ട്. ഞാൻ കരുതി അത് കുറേ നാളായിട്ട് തിങ്ങി ഞെരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കരുതി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പല പല ചട്ടികളിലാക്കി നട്ടേക്കാമെന്ന് കരുതി. താഴേക്ക് ഉണ്ടോ, അതിന് വേരുകളൊക്കെ താഴേക്ക് ഇതും കഴിഞ്ഞ് ഇറങ്ങി തിങ്ങി നിറഞ്ഞ് ആ ചെറിയൊരു അവിടുന്ന് നഴ്സറിയിൽ നിന്ന് വന്ന ചെടിച്ചട്ടിയാണേ, അതിൽ നിന്ന് തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് ചാടാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല കേട്ടോ, ഞാൻ ഇത് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഞാനതെല്ലാം പ്രൂൺ ചെയ്തതാണേ. ഫുള്ള് പ്രൂൺ ചെയ്ത് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ അതിൽ ചെറിയ മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. പൂക്കൾ താമസിയാതെ തന്നെ പൂക്കളൊക്കെ ആകും അതിൽ. നിങ്ങൾക്ക് എൻ്റെ തലയിൽ കാണാൻ കഴിയുമായിരിക്കും. ഞാൻ മറ്റേ ഇതിനു മുമ്പേ കാണിച്ച ജമന്തിയിലെ പൂക്കൾ ഇറുത്തിട്ട് തലയിൽ വെച്ചതാണ്. നല്ല മണമുണ്ട്. ഇന്നത്തെ ജനറേഷനൊക്കെ തലയിലോട്ട് പൂക്കൾ വെക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കന്ന് ഏത് മണമുള്ള ചെടിയിലെ പൂ കണ്ടാലും അത് തലയിലൊന്ന് കയറ്റണം. അത് വലിയൊരു നിർബന്ധമാണ്. ഇവിടെ ഉണ്ടല്ലോ, മണ്ണ് അത്ര സുലഭമായിട്ട് കിട്ടാറൊന്നുമില്ല. ഇതിപ്പം ഞാൻ എടുക്കുന്നത് വേറൊരു ചട്ടിയിലെ മണ്ണ് അടിച്ചു മാറ്റുക. ആ ചെടിക്ക് കൈയും കാലും ഉണ്ടായിരുന്ന മിക്കവാറും എനിക്ക് ഇട്ടൊരെണ്ണം തന്നേനെ. അതിൻ്റെ മണ്ണ് അടിച്ചു മാറ്റി അവിടെ നിന്ന് എടുത്ത് വെക്കുക കേട്ടോ. എനിക്ക് വലിയ പ്രയാസമാണ് ഈ ചെടിയിലെ വേര് വല്ലതും കണ്ടോ. ഇതിൽ റെഡ് കളറിലെ ജമന്തിയാണ് വരുന്നത് കണ്ടോ. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കുമല്ലോ. അതിൻ്റെ മുട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. ഈ ഒരു സമയത്ത് ചെയ്യുന്നത് ഇത്തിരി ക്രൂരകൃത്യമാണ്. എന്നിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ആഗ്രഹം നഷ്ടപ്പെട്ടു പോകാൻ. എല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴേ എന്നാൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കാമെന്ന് തോന്നി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഫുള്ള് നിറയെ വേരുകളെല്ലാം ഓടി അവർക്കതിന് അവർ കണ്ടെയ്നറിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് കണ്ടോ. ഇതിപ്പം ഒരു 5-6 തൈകളുണ്ട് കേട്ടോ അതിൻ്റെ അകത്തെ. കുറേ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇനിവേ ഞാനെല്ലാം ഇളക്കിയെടുത്തു. അതിനെ ഇങ്ങനെ പോട്ടിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി ഇങ്ങനെ വെച്ചു. കണ്ടോ, അതിൻ്റെ അകത്തെ വേരുകളെല്ലാം വന്നേക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ മാത്രം കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ തന്നെ 4 മുട്ടുകളുണ്ടായിട്ടുണ്ട് കേട്ടോ, ആ തൈയിൽ തന്നെ.
അതിൻ്റെ ബാക്കിയുള്ളതിലൊന്നും ഇതേപോലെ മുട്ടുകളൊന്നും കണ്ടില്ല. ഈ ഒരെണ്ണത്തിൽ മാത്രമേ കണ്ടുള്ളൂ മുട്ടുകൾ. കരിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കൊരാഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇതെല്ലാമേ. ഇനിയിപ്പോൾ അതിനൊരു പുതിയ റൂട്ടിങ്ങൊക്കെ ആയി വരണേൽ ഒരിത്തിരി സമയം എടുത്തേക്കും. എനിവേ, വേറൊരു ചെടിച്ചട്ടിയിൽ നിന്നാണ് മണ്ണെടുക്കുന്നത്. അത് ഏതിൻ്റെയാണെന്നറിയാം, നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ചട്ടിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ചെടി അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോയില്ല, അങ്ങനെ തന്നെ അങ്ങ് വെച്ചു. ഈ കുഞ്ഞൻ ചട്ടിയെ 4 എണ്ണം ഞാൻ വാങ്ങി. ഇതേലെ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ അത് കുഞ്ഞൊരു തൈ അതേ വരുന്നേ കാണുന്നുണ്ടോ? അത് വളർന്നു വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത പോട്ട് ഞാൻ മെല്ലെ എടുത്തു. അടുത്ത പോട്ടിൽ വെക്കാനായിട്ട് ഇപ്പം ഇത് ചകിരിയൊന്നും അല്ല കേട്ടോ. ആക്ച്വലി ഇതെന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു മുളയുണ്ടായിരുന്നു കേട്ടോ. മുള നിറയെ അതിൻ്റെ അകത്ത് പെബിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒരിത്തിരി ചീത്തയായതുകൊണ്ട് ഞാൻ കരുതി ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് പുതിയ കുറച്ച് വെള്ളമൊക്കെ നിറച്ചേക്കുന്നത്. ഈ ബാമ്പു എല്ലാം കൂടി ഇങ്ങനെ പൊക്കി എടുത്തിട്ടുണ്ടല്ലോ, ഈ പെബിൾസ് എല്ലാം കൂടെ, ഈ കുഞ്ഞി കല്ലുകളെല്ലാം കൂടെ ഈ വേരിൻ്റെ ഇടയിൽ ഇങ്ങനെ കുരുങ്ങിയിരിക്കും. അപ്പം ഞാൻ കരുതി വേര് കുറേ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഓർത്തു ഇതിങ്ങനെ ഉണങ്ങി വെച്ചിരുന്നു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിലൊക്കെ ഡ്രെയിനേജ് സിസ്റ്റം ഇത്തിരി കൂടെ ഒന്ന് ഈസിയാക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണെല്ലാം കൂടി ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, അതിൻ്റെ ആ ഒരു ഹോൾസ് എല്ലാം അടഞ്ഞിട്ട് ഫുള്ള് താഴെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് മുളയുടെ വേരല്ലേ, അതങ്ങനെ അങ്ങോട്ട് മോശമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു കോള് വരുന്നുണ്ട്. സോ ഇതേപോലെ ചട്ടി നിറച്ചു, പകുതി ഇതാക്കി. എന്നിട്ട് ഇതിൽ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇത് പിന്നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ തന്നെ 2 തൈകളുണ്ട്. പിന്നെ ഇതിൽ അധികം വേരുകളൊന്നും ഇല്ല. ഇതിലാകെ 3, 4, 5 വേരെ കണ്ടോ. ഇതിൽ ഇത്രയും വേരേ ഉള്ളൂ. എന്നാലും ഞാനിതിനെ അങ്ങോട്ട് ഒന്നിച്ച് വെക്കുക. അത് നഷ്ടമായി പോയാൽ ഇതിനൊക്കെ നിറയുണ്ടല്ലോ, ഇതുണ്ടാവും, ചെറിയ മുട്ടകൾ വരുന്നുണ്ട്. സോ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതിനെയും നമുക്ക് വേറൊരു ചട്ടിയിലേക്കാക്കി വെക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പിന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, ജമന്തി പല കളറിലുള്ള വെറൈറ്റി. പണ്ടത്തെ പോലെയല്ല. ഇപ്പം പണ്ടന്നേ ഒരു ലെമൺ കളറിലെ ജമന്തി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആക്ച്വലി. പിന്നീട് അന്നേ വൈറ്റ് കളർ, അങ്ങനെ പല കളറിലുള്ള ജമന്തികളുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൂൺ ചെയ്ത് നിൽക്കുവാണെങ്കിൽ ബുഷിയായിട്ട് നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇതിലുണ്ടാകും. പിന്നെ നമ്മൾ ചിലപ്പോൾ 1, 2, 3 തൈകളൊക്കെ കാണുമായിരിക്കും. അതിൻ്റെ ആ പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്തിരിയോടൊക്കെ ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ടെന്ന് കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേറെ പോട്ടിലാക്കി വളർത്താനായിട്ട് പറ്റും. എനിവേ, ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ഞാൻ കരുതി നിങ്ങളെ കൂടെ കാണുന്ന വ്യൂവേഴ്സിനെ കൂടെ കാണിച്ചേക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. GCC കൺട്രിയിൽ മണ്ണും നമ്മൾ നാട്ടിലെ പോലെയല്ല, അത്ര വളക്കൂറുള്ള മണ്ണൊന്നും കിട്ടാറില്ല. ആക്ച്വലി ഞാൻ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ വേസ്റ്റൊക്കെ, വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കും. അത് മണ്ണിനോട് ചേർത്ത് അങ്ങനെയാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ വളം കണ്ടെത്തുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ മണ്ണിര കമ്പോസ്റ്റ് മാത്രമേ കിട്ടാറുള്ളൂ. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് റെഡ് കളറിലെ ജമന്തിയാണിത്. സോ ഇതേപോലെ പൂക്കളൊക്കെ ഞാൻ പറിച്ചു വെച്ചതിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.